എല്ലാ മനുഷ്യർക്കും ആണായാലും പെണ്ണായാലും ഈ ദോഷം ഉണ്ടാകും. നമ്മൾ ഞാൻ പഠിച്ചു, ഞാൻ അത് നേടി ഇത് നേടി എന്നുള്ള അധികാര സ്ഥാനത്തെത്തി എന്നൊക്കെയുള്ള ഒരു ആസുരികത നമുക്ക് വരും. ഇപ്പോൾ വിദ്യ നേടുമ്പോൾ വിദ്യ ഏറുന്തോറും നമുക്ക് വിനയം കൂടണമെന്ന്. നമ്മുടെ കഴുത്തി കിടക്കുന്നത് ഒക്കെ പൊട്ടിച്ചുകൊണ്ട് പോകും, വീട്ടിൽ നിലമാരയ്ക്കകത്ത് വച്ചിരിക്കുന്നത് കൊണ്ടുപോകും. കാവ്യ, നവരാത്രി സർവ്വ ഐശ്വര്യങ്ങൾ തരുമെന്ന് പറയും. അതുപോലെ തന്നെ അറിവെന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. പിന്നെ കലകള് എല്ലാത്തിനും തുടക്കം കുറിക്കുന്നതാണ് നവരാത്രി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളെ ഈ മഹിഷാസുരമർദ്ദിനിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത്. ഈ ദേവന്മാരെല്ലാം ഐശ്വര്യം നഷ്ടപ്പെട്ട് ഭയന്ന് കാട്ടിലൊളിക്കുന്ന അവസ്ഥയായിരുന്നു അല്ലേ? അവിടുന്നാണ് മഹിഷാസുരമർദ്ദിനി അവതരിച്ച് ഈ അസുര നിഗ്രഹം ചെയ്ത് ദേവന്മാരെ തിരിച്ച് അവരുടെ പഴയ ഐശ്വര്യത്തിലേക്ക്, പ്രൗഢിയിലേക്ക്, അവരുടെ അധികാരമൊക്കെ തിരിച്ച് നേടിക്കൊടുക്കുന്നത്. ഇത് നമ്മൾ മഹിഷാസുരമർദ്ദിനിയുടെ ആവിർഭാവം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇതിനൊരു ഉപനിഷത്ത് പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ കേനോപനിഷത്തിൽ ഒരു ചെറിയ കഥയാണ്. ആകെ ഏറ്റവും ചെറിയ ഉപനിഷത്തുകളിൽ ഒന്നാണ്. 36 മന്ത്രങ്ങളെ അതിലുള്ളൂ. കേനോപനിഷത്തിൽ പല ഉപനിഷത്തുകളിലും കഥകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ കഥ ഞാൻ പറയാം. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥ ഋഷിമാർ പറയുന്നത്. ഈ ഒരു പുൽനാമ്പ് എടുത്തു വച്ചിട്ട് യക്ഷൻ കാറ്റിനോട് പറയുന്നു, ഇതിനെ ഒന്ന് പറപ്പിക്കുക. കാറ്റാഞ്ഞ് ശ്രമിക്കുന്നു, ഇത് പറക്കുന്നില്ല, പുൽനാമ്പ് അവിടെ തന്നെ ഇരിക്കുന്നു. അഗ്നിയോട് പറയുന്നു, ഇതിനെ ഒന്ന് കത്തിക്കുക. അഗ്നിക്കും ഇത് കത്തിക്കാൻ പറ്റുന്നില്ല. ജലത്തിനോട്, വരുണനോട് പറയുന്നു, ഇതിനെ ഒന്ന് നനയിക്കുക. അത് നനയിക്കാൻ വരുണനും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ഈ ഉപാസകനായ വിദ്യാർത്ഥി, ഉപനിഷത്ത് പഠിക്കുന്നയാൾ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് യക്ഷൻ ആരാണ് എന്ന അന്വേഷണം. അപ്പം അഗ്നി കത്തുന്ന തീയാണ്, അതിന് ശക്തിയില്ല. പുൽനാമ്പിനെ കത്തിക്കാൻ പറ്റുന്നില്ല, വെള്ളത്തിന് നനയ്ക്കാൻ പറ്റുന്നില്ല, കാറ്റിന് പറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാം ശക്തി കൊടുക്കുന്നത് ആരാണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഈ യക്ഷൻ ആരാണെന്നുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഉപാസകൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി ഈ വലിയ പരിശ്രമം നടത്തിയാണ് ഈ യക്ഷൻ ആരാണെന്ന് കണ്ടെത്തുന്നത്. വല്ലാത്ത തപം ചെയ്യേണ്ടി വരുന്നു, തപസ് ചെയ്യേണ്ടി വരും. നമ്മൾ പറഞ്ഞല്ലോ, ഈ മഹിഷാസുരൻ തന്നെ വലിയ തപസ് ചെയ്തിട്ടാണ് ഈ വരങ്ങളൊക്കെ കൈക്കലാക്കിയത്, ഈ ബലം കൈക്കലാക്കി. അപ്പോൾ ഈ വിദ്യാർത്ഥി വല്ലാത്ത തപസ് ചെയ്ത്, അതെന്ന് വെച്ചാൽ പഠനം എന്ന് പറഞ്ഞാൽ ഒരു തപസ്സാണ്. അപ്പം ആ സമയത്ത് ആ അറിവിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം, ആ പരിശ്രമം, ആ കടുത്ത പരിശ്രമം, അതിനിടയ്ക്ക് വേറെ ഒരിടത്തും ശ്രദ്ധ പോകില്ല. നമുക്കറിയാം, പഠിക്കുന്ന കുട്ടികൾ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ, അവർ വേറെ എൻ്റർടൈൻമെൻറ്റിലേക്കൊന്നും പോകാറില്ല. അവരുടെ ശ്രദ്ധ മുഴുവനും പഠിത്തത്തിലായിരിക്കും. അങ്ങനെ പഠിത്തവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിലായിരിക്കും. അപ്പോൾ അവർ കളിയൊക്കെ ഉണ്ടാവും, ഒക്കെ ആണ്, ശരിയാണ്. പക്ഷേ ഈ പ്രത്യേകിച്ചും ഈ ആധ്യാത്മികമായ അന്വേഷണം അവരെ വല്ലാണ്ട് ചുരുക്കും. അവർ വല്ലാണ്ട് ചുരുങ്ങി, തന്നിലേക്ക് തന്നെ ചുരുങ്ങി അന്വേഷണം വലിയ രീതിയിൽ നടത്തും. അപ്പോൾ വല്ലാത്ത ചൂടാണ് അനുഭവപ്പെടുക. തപത്തിൽ നിന്ന് താപമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂട് കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. ഈ ചൂടെന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ട, ഒരു ഭാവനാ സൃഷ്ടിയാണ്. ഒരു വളരെ ശ്രദ്ധയോടെ, വളരെ ഏകാഗ്രതയോടുകൂടി ഒരു വിഷയത്തെ അന്വേഷിച്ച് പോകുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് PhD പോലെയുള്ള, MPhil പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ, ഉന്നത വിദ്യാഭ്യാസം നേടാൻ ശ്രമിക്കുന്ന ഒരാൾ ആ ആളിൻ്റെ ജീവിതത്തിലെ മറ്റെല്ലാ സുഖങ്ങളും ത്യജിക്കും. എന്നിട്ട് ഇതിൻ്റെ പുറകെ മാത്രം പോകും. MBBS പഠിക്കുന്ന കുട്ടികൾ, എൻജിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ, സിവിൽ സർവീസ് എഴുതാൻ പോകുന്നവർ ഒക്കെ നമുക്കറിയാം അവരെന്തുമാത്രം പരിശ്രമിച്ചിട്ടാണ് അവർ വിജയിക്കുന്നത്. അപ്പോൾ ആ വിജയം അവർ നേടുന്നത് വലിയൊരു തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ തപം ചെയ്യുന്ന ഒരാളിൻ്റെ മുന്നിൽ അവസാനം വിദ്യ, അറിവ്
ഉമാരൂപിണിയായി പ്രത്യക്ഷപ്പെടും എന്നാണ് ഉപനിഷത്ത്. ഇത് ആദിശങ്കരൻ നല്ല മനോഹരമായിട്ട് അദ്ദേഹം ഇതിൻ്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. വിദ്യാം ഉമാരൂപിണിയും ആജഗാമ എന്നാണ് അദ്ദേഹം പറയുന്ന സൂത്രം. വിദ്യ ഉമാരൂപിണിയായി അവൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ വരുന്നു. അപ്പോൾ ഉമ എന്ന് പറയുന്നത് ഈ ഓങ്കാരം, ഓം എന്ന ശബ്ദം 3 ശബ്ദങ്ങൾ ചേർന്നതാണ്. ആ ഉ മ. അതിലെ ഉ മായാണ് ഉമ. ഈ ഉമയാണ് കാരണം ആ എന്ന് പറയുന്ന തൻ്റെ സ്വത്വത്തിൽ നിന്നുകൊണ്ടുള്ള തപസ് വിദ്യാർത്ഥി ചെയ്യുന്നു. അപ്പോൾ ഉമ വരുന്നു. ഈ ഉമയ്ക്കൊരു പര്യായമുണ്ട്, ഹൈമവതി. ഹിമവാന്റെ പുത്രിയാണ് പാർവതി അല്ലെങ്കിൽ ഈ ദേവി എന്നൊക്കെയുള്ള സങ്കല്പം നമുക്ക് കേട്ടിട്ടുണ്ട് നമ്മൾ. അത് ഇത്രയേ ഉള്ളൂ. ഇത് ഹിമം തണുപ്പ് നൽകുന്നതാണ്. അപ്പോൾ ഈ ചൂടായിരിക്കുന്ന വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ തൻ്റെ അറിവ് കൊടുത്ത് വിജയം കൈവരിപ്പിച്ച് തണുപ്പിക്കുക. ഒരു സാങ്കല്പികമായ ഭാവന സൃഷ്ടമായൊരു കാര്യമാണ്. അങ്ങനെ തപം ചെയ്ത് വിദ്യ നേടിയ ഒരു വിദ്യാർത്ഥി താൻ നേടിയ ആ നന്മ അല്ലെങ്കിൽ ആ അറിവ് സമൂഹത്തിനും മറ്റുള്ളവർക്കും നല്ലതിനു വേണ്ടി പകർന്നു കൊടുക്കും, പ്രവർത്തിക്കും. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. ഇതാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ മഹിഷാസുര മർദിനിയുടെ കാര്യത്തിലുമെല്ലാം. അത് ഈ മഹിഷാസുരൻ രാജാവാണ്. രാജാവ് പിന്നെ തപസ് ചെയ്തു, അധികാരം നേടി. എന്നിട്ട് എന്തു പറ്റി? അത് മോശപ്പെട്ട തൻ്റെ ബലം കാണിക്കാനായിട്ട് പ്രയോഗിച്ചു. അങ്ങനെ ഈ അസുരൻ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്. അസു രമയതി ഇത് അസുര എന്ന് സംസ്കൃതം പറയും. ഞാൻ കുറച്ച് സംസ്കൃതം പറയുമ്പോൾ വിഷമം തോന്നരുത്. ബലം, അസു ബലമെന്നാണ്. തൻ്റെ ശക്തിയിൽ അഹങ്കരിക്കുന്നവനാണ്, അതിൽ രമിക്കുന്നവനാണ് അസുരൻ. ഇപ്പം എല്ലാ മനുഷ്യർക്കും ആണായാലും പെണ്ണായാലും ഈ ദോഷം ഉണ്ടാവാം. നമ്മൾ ഞാൻ പഠിച്ചു, ഞാൻ അത് നേടി, ഇത് നേടി എന്നുള്ള അധികാരസ്ഥാനത്തെത്തി എന്നൊക്കെയുള്ള ഒരു ആസുരികത നമുക്ക് വരും. ആസുരികത വരാൻ പാടില്ല. ഇപ്പോൾ വിദ്യ നേടുമ്പോൾ വിദ്യ ഏറുന്തോറും നമുക്ക് വിനയം കൂടണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെയാണ്. ഇപ്പോൾ വിദ്യ ഏറിയിരിക്കുന്ന വളരെ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാൾ വളരെ മാന്യമായ പെരുമാറ്റം, വളരെ സ്നേഹപൂർവമായ പെരുമാറ്റം ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ത്രീയിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും അവർ അഹങ്കാരം കാണിക്കില്ല. കാരണം ഈ തണുപ്പ് അവരെ എപ്പോഴും അവരുടെ കൂടെ ഈ അറിവ് കൊണ്ടുള്ള തണുപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പാകത വന്ന ഒരു മാനസികാവസ്ഥ അവരിലുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും മോശമായിട്ട് പെരുമാറില്ല. ഇങ്ങനെ വന്നിരിക്കുന്ന ഒരാളിൽ, വിദ്യ വിളങ്ങി നിൽക്കുന്ന ഒരാളിന് ധനം അന്വേഷിച്ചു പോകേണ്ട കാര്യമുണ്ടോ? നമ്മൾ തന്നെ പറയാറുണ്ട്, കൊണ്ടുപോകില്ല ചോരന്മാർ, അല്ലേ? സ്വർണം കൊണ്ടുപോകും, നമ്മുടെ കഴുത്തി കിടക്കുന്നതും ഒക്കെ പൊട്ടിച്ചുകൊണ്ട് പോകും, വീട്ടിൽ വെച്ചിരിക്കുന്ന അലമാരയ്ക്കകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടുപോകും, ബാങ്ക് കൊള്ളയടിക്കും, ഒക്കെ ചെയ്യും ദുഷ്ടന്മാർ. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന അറിവ് ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. ഇനി നമ്മൾ കൊടുത്താലും അത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അതാണ് സർവൈശ്വര്യത്തിൻ്റെ അടിസ്ഥാനം. സരസ്വതിയാണ് അല്ലെങ്കിൽ ജ്ഞാനമാണ്, അറിവാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. ആ അറിവ് കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഐശ്വര്യവും നമ്മളിലേക്ക് വന്നു ചേരും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.